പൊതുവേ നമ്മൾ ട്രാൻസ്ജെൻഡർ എന്ന് പറയുമ്പോഴേ അംഗീകരിക്കാൻ പറ്റുന്നില്ല. അതിലുപരി അതിനിടയിൽ കൂടെ ഞങ്ങളുടെ ഫാമിലിയുടെ കുറേ ഇൻസിഡൻസും കൂടെ കിട്ടുമ്പോൾ അവർ ഒത്തിക്കൂടി അവന് ഇഷ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടി കൂടുതലായിട്ട് ശ്രമിക്കാൻ നോക്കും. ഒരാൾ ജീവിക്കുന്ന അയാളുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ്, ആ ആളുടെ ഇഷ്ടമാണ് ആ ആൾ എങ്ങനെ ജീവിക്കണം എന്നുള്ളത്. ഈ സമൂഹത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്, എന്തൊക്കെയാണ് നടക്കുന്നത്, ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. അതിലൊന്നും ചോദ്യം ചെയ്യാനോ അത് കണ്ടുപിടിക്കാൻ ഈ പറയുന്ന ആൾക്കാർക്ക് അതൊക്കെ പോയി എല്ലാം ക്ലിയർ ചെയ്യാൻ പറ്റുമോ? അല്ലെ അവരെയൊക്കെ പോയി ഒന്ന് ഓക്കെ കേൾക്കാൻ പറ്റുമോ? പറ്റില്ല. ട്രാൻസ് വുമൺ ആയിട്ട് കാണുന്ന ട്രാൻസ് വുമൺ ആയിട്ട് കണ്ടോട്ടെ, അല്ലെങ്കിൽ ഞാനൊരു ട്രാൻസ്ജെൻഡർ ആയിട്ട് കണ്ടോട്ടെ. ആ ട്രാൻസ്ജെൻഡറിനെ എത്രത്തോളം ഉൾക്കൊള്ളുന്നു, അല്ലെ ട്രാൻസ്ജെൻഡർ എത്രത്തോളം ചേർത്ത് പിടിക്കുന്നതിലാണ് കാര്യം. അല്ല നമ്മളെ പെണ്ണായിട്ട് തന്നെ കാണണമെന്നില്ല, ഞാൻ പറയുന്നില്ല. പെണ്ണ് ആണായി വരുമ്പോഴും ആൺകുട്ടി പെണ്ണായി വരുമ്പോഴും അവരവരുടെ സ്വത്വത്തെ, നേരത്തെ പറഞ്ഞ പോലെ സ്വത്വത്തെ തിരിച്ചറിഞ്ഞ് ജീവിക്കുമ്പോൾ അവർ ആ ഒരു രീതിയിൽ മാത്രമേ ജീവിക്കത്തുള്ളൂ. അപ്പോൾ അവരെ ചേർത്ത് പിടിക്കേണ്ടത് നമ്മളെ കൂടെയുള്ള കാണുന്ന, അല്ലെങ്കിൽ നമ്മുടെ സമൂഹമാണ് ചേർത്ത് പിടിക്കേണ്ടത്. ട്രാൻസ് വുമൺ ആണ് എന്നതിൽ കൊണ്ട് മാറ്റി നിർത്തപ്പെട്ടിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ ട്രാൻസ്ജെൻഡർ ആണ് മറ്റുള്ളവരെ കൂടെ നിൽക്കുമ്പോൾ അങ്ങനെ ഒരു ഇതായിട്ടൊന്നും അവർ ഒരു ഇതായിട്ടും കാണില്ല. അപ്പം നമ്മളെ സ്വത്വത്തെ അറിഞ്ഞ് ജീവിക്കുമ്പോൾ അതനുസരിച്ച് തന്നെയാണ് മറ്റുള്ളവർ കാണുന്നതും. നമ്മൾ അവരെ ഒരാളായിട്ട് തന്നെ ചേർത്ത് നിർത്തുന്നത്. അതിപ്പം ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു പ്രശ്നവുമില്ല. നമസ്കാരം. പിന്നിട്ട് വഴിയിൽ ഇന്ന് എന്നോടൊപ്പം ഉള്ളത് ചലച്ചിത്ര താരം അമയ പ്രസാദാണ്. അമയ പ്രസാദിന്റെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. സിനിമാ വിശേഷങ്ങൾ. സിനിമ ചുരുളുകൾ ഉടനെ റിലീസ് കാത്തിരിക്കുന്നു. എങ്ങനെയാണ് ആ ഒരു അനുഭവത്തെ, ആ ഒരു സിനിമ അനുഭവത്തെ വളരെ ഗൗരവമായി കാണുന്നത്? സിനിമ ഇപ്പൊ ചുരുളുകൾ എന്ന സിനിമ ഷൂട്ട് 2 സിനിമ കഴിഞ്ഞു. ഒന്ന് അതിന്റെ പേര് എപ്പോഴും വിക്ടോറിയ. അത് വന്നിട്ട് ഞാൻ ശ്രീനിവാസൻ, അസീസിക, ധർമ്മജ മെൽഗാട്ടി അവരുടെ ഇതിൽ നല്ലൊരു വേഷം ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇപ്പൊ ചുരുളുകളിൽ നായികയാണ്. അപ്പം അതിനകത്ത് വന്ന് പെട്ടപ്പം ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ദ ജേണി എന്ന മൂവിയാണ് ആദ്യം ഞാൻ സിനിമയിൽ അഭിനയിക്കുന്നത്. ദ ജേണിയാണ്. ആന്റണി ആൽബർട്ട് സാറ് കണ്ണേ മടങ്ങുകയൊക്കെ ചെയ്ത് ഹിറ്റാക്കിയ ഡയറക്ടർ അദ്ദേഹത്തിൻ്റെ സിനിമയിൽ നായികയായി. അത് സത്യത്തിൽ ട്രാൻസ്ജെൻഡർ മൂവിയാണെന്ന് ചോദിച്ചാൽ ട്രാൻസ് വുമൺ മൂവി തന്നെയാണ്. പക്ഷേ അത് ആദ്യമേ തുടക്കത്തിലേ അത് കാണിക്കുന്നില്ല. ഒരു സ്ട്രഗ്ലിംഗ് അല്ല, അതൊരു ജീവിതമാണ്. ഒരു ദിവസം നടക്കുന്ന ഒരു 6 മണിക്കൂർ കൊണ്ട് സംഭവിക്കുന്ന ഒരു മൂവിയാണ് ദ ജേണി. പക്ഷെ ആ സിനിമ പൂർത്തിയായി ഇന്റർനാഷണൽ ഫെസ്റ്റിവലുകളിലൊക്കെ പോയി ഫെസ്റ്റിവലിലൊക്കെ വിൻ ചെയ്തപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. കാരണം ഞാൻ അഭിനയിച്ച സിനിമ ഇങ്ങനെ ഒരുപാട് വലിയ വലിയ ഫെസ്റ്റിവലുകളിൽ വിന്നാകുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അതുമൂലം ഒരുപാട് അവാർഡുകൾ മേടിക്കാൻ പറ്റി. ഇപ്പോഴും അതായത് 2 ദിവസം മുന്നേയും ഒരു അവാർഡ്, പൂവച്ചൽ കാത അവാർഡ് മേടിച്ചു. അപ്പോൾ ഇനി ഒരുപാട് അംഗീകാരങ്ങൾ കിട്ടാൻ, ആ സിനിമയുമായി ബന്ധപ്പെട്ട് ഒരുപാട് അംഗീകാരങ്ങൾ കിട്ടാനുണ്ട്. അപ്പോൾ അതോടൊപ്പം സിനിമകളുടെ ഷൂട്ടുകളിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഇതിലൊന്നും പെടാതെ എനിക്ക് തോന്നുന്നു ബാക്കിയുള്ള സിനിമകളിലെല്ലാം, ചുരുളുകൾ എന്ന് പറയുന്ന സിനിമ ഒഴിച്ച് ബാക്കി എല്ലാ സിനിമകളിലും ഒരു കമ്മ്യൂണിറ്റിയുടെ കഥ പറയുന്നതാണ്. അല്ലെങ്കിൽ ആ ഒരു കമ്മ്യൂണിറ്റി ബേസ്ഡ് ആയിട്ടുള്ള ഒരു ആക്ട്രസ് അല്ലെങ്കിൽ ഒരു നായിക ഭാവത്തോടു കൂടിയാണ് വരുന്നത്. പക്ഷെ ചുരുളുകളിൽ മാത്രം ഒരു ചെറിയ വ്യത്യാസമുണ്ട് അല്ലേ? ചുരുളുകളുടെ പ്രത്യേകത എന്ന് പറയുന്നത് ട്രാൻസ്ജെൻഡേഴ്സിനെ എല്ലാവർക്കും അറിയാം. കേരളത്തിൽ ട്രാൻസ്ജെൻഡർ എന്നൊരു വിഭാഗമുണ്ട്. ഇപ്പം പുരുഷൻ, സ്ത്രീ, അതുപോലെ തന്നെ ട്രാൻസ്ജെൻഡേഴ്സ് എന്നൊരു വിഭാഗമുണ്ട്. അതിനുപരി LGBTQA+ എന്ന് പറയുമ്പോൾ എല്ലാ ആൾക്കാരും ഉൾപ്പെടും. അതിൽ ട്രാൻസ്ജെൻഡേഴ്സിന് ഒരു വിഭാഗം മെയിനായിട്ട് വന്നു എന്ന് എല്ലാവരും അംഗീകരിച്ചു. ഒളിച്ചു പാത്ത് നോക്കിയ ആൾക്കാരെല്ലാം ഇപ്പം നേരെ തന്നെ നോക്കാൻ തുടങ്ങി, കൂടെ ചേർത്തിരിക്കാൻ തുടങ്ങി, അല്ലെങ്കിൽ കൂടെ ചേർത്ത് നിർത്തുന്നു. ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് സന്തോഷം. അപ്പം അതിലുപരി ഈ സിനിമകളിലൊക്കെ, ഇപ്പം മുന്നേ ചെയ്ത സിനിമകളിലൊക്കെ ട്രാൻസ്ജെൻഡർ ക്യാരക്ടർ ചെയ്തുകൊണ്ട് നമ്മൾ ഒരു വിഭാഗം ആൾക്കാരാണ്, അവരെ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ട് അങ്ങനെ പോകാൻ പറ്റുമെന്നൊരു ചിന്ത ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായി ശിവപ്രസാദ് ഹരി എന്നെ അതിൽ സ്ത്രീയായിട്ട് അഭിനയിപ്പിക്കുക എന്ന് കേട്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. കാരണം ഞാൻ അതിൻ്റെ അകത്ത് സ്ത്രീ കഥാപാത്രമാണ്. പക്ഷെ ഞാൻ സ്ത്രീയാണ്, അതാണ് ഏറ്റവും വലിയ, ഞാൻ സ്ത്രീ തന്നെയാണ്. അപ്പം അതിൽ ആ ഒരു ക്യാരക്ടർ ചെയ്യാൻ കിട്ടിയതിൽ ഒരുപാട് സന്തോഷിക്കുന്നു. അപ്പോൾ ഞാൻ ചിന്തിച്ചിട്ടുമുണ്ട്, ഒരുപാട് പറഞ്ഞിട്ടുമുണ്ട്. കാരണം നമ്മൾ സ്ത്രീയായിട്ട് ചെയ്യാൻ മറ്റുള്ള സംവിധായകർ അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സ് അല്ലെങ്കിൽ ഒരു സിനിമ എടുക്കുന്ന ആൾക്കാർ ചിന്തിക്കുമ്പോൾ അവർക്ക് എന്തുകൊണ്ട് ട്രാൻസ്ജെൻഡേഴ്സിനെ സ്ത്രീ കഥാപാത്രങ്ങൾ കൊടുത്തുകൂടാ? അതായത് പറഞ്ഞു വരുന്നത്, സിനിമയിൽ ഇത്തരത്തിലുള്ള ഒരു വേറുകൃത്യം സിനിമക്കാർ പുലർത്തുന്നു എന്ന് ഭംഗ്യന്തരേണ പറഞ്ഞു പോയതാണ്. തീർച്ചയായിട്ടും. കാരണം നമ്മളൊരു ഓഡീഷന് പോയാലും അല്ലെങ്കിൽ ഒരു സിനിമ ഷൂട്ട് നടക്കുമ്പോൾ അല്ലെങ്കിൽ സിനിമകൾ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരാളെ ഉൾക്കൊള്ളിക്കണമെന്ന് തോന്നുമ്പോൾ ആ കഥയ്ക്കകത്ത് അങ്ങനെ ഒരാളുണ്ടോ, ആ ഒരു ക്യാരക്ടറിന് പറ്റിയൊരു ഇതാണോ എന്ന് തോന്നിയിട്ട് അതിനകത്ത് ഉൾക്കൊള്ളിക്കുകയാണ് ചെയ്യുന്നത്.
മനസ്സിലായില്ലേ? അപ്പോൾ ഒരു ക്യാരക്ടർ ട്രാൻസ്ജെൻഡർ ആണ്, ട്രാൻസ്ജെൻഡർ ക്യാരക്ടർ ഇന്ന ആളിനെ വിളിക്കാം എന്ന് തോന്നി. ഇപ്പോൾ എല്ലാം അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ വിപരീതമായി ചിന്തിക്കേണ്ട സമയം കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ചുരുളുകളിൽ അങ്ങനെ ആയി, അവർ സന്തോഷം. അപ്പോൾ ഇനിയുള്ള ആൾക്കാരൊക്കെ അങ്ങനെ തോന്നി അവരൊക്കെ ചെയ്യിപ്പിക്കട്ടെ. അതായത് നമ്മുടെ ലൈഫിൽ നമുക്കൊരു സ്വത്വമുണ്ട്, ഒരു മെയിൽ സ്വത്വം എന്ന് പറയുന്ന ഒന്നുണ്ട്, ഫീമെയിലായിട്ട് നിൽക്കുന്ന ഒരു സ്വത്വമുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള സ്വത്വത്തെ അംഗീകരിക്കപ്പെടുന്നില്ല എന്ന് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ എപ്പോഴെങ്കിലും ഈ സിനിമാ ഫീൽഡിൽ വന്നതിന് ശേഷം എപ്പോഴെങ്കിലും അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഇല്ല, നമ്മളുടെ സ്വത്വത്തെ അംഗീകരിക്കപ്പെടാതെ പോകുന്നതിൻ്റെ ഒരു ഒരിക്കലും ഇല്ല. സിനിമാ മേഖലയിൽ ഞാൻ ഇപ്പൊ ഒരുപാട് സിനിമകൾ അഭിനയിക്കാത്തത് കൊണ്ടാണോ എന്നറിയില്ല. ഇപ്പം നമ്മൾ അഭിനയിച്ച് വരുന്നതേ ഉള്ളൂ. അപ്പം 1, 2, 3 സിനിമകളായിട്ടേ ഉള്ളൂ. അപ്പം ഈ പോയതിലെല്ലാം ഭയങ്കര റെസ്പെക്റ്റ് ആണ്. അതുപോലെ നമ്മളൊരു ട്രാൻസ് വുമൺ ആണ് എന്നതിൽ കൊണ്ട് മാറ്റി നിർത്തപ്പെട്ടിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ ട്രാൻസ്ജെൻഡർ ആണ് മറ്റുള്ളവരെ കൂടെ നിൽക്കുമ്പോൾ അങ്ങനെ ഒരു ഇതായിട്ടൊന്നും അവർ ഒരു ഇതായിട്ടും കാണില്ല. അപ്പം നമ്മളെ സ്വത്വത്തെ അറിഞ്ഞ് ജീവിക്കുമ്പോൾ അതനുസരിച്ച് തന്നെയാണ് മറ്റുള്ളവർ കാണുന്നതും. അവരെ ഒരാളായിട്ട് തന്നെ ചേർത്ത് നിർത്തുന്നത്. അതിപ്പം ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു പ്രശ്നവും. കാലം കുറെ കൂടെ, നേരത്തെ ഞാൻ ഇതുപോലെ സംസാരിച്ച സമയത്തും പലരും എന്നോട് പറഞ്ഞത് തന്നെയാണ്, കാലഘട്ടം ഒരുപാട് മാറിക്കഴിഞ്ഞു. ഈ പറയുന്ന ഒരു ട്രാൻസ് വുമണായിട്ട് കാണാതെ ഒരു വിമൻ എന്നുള്ള നിലയിലേക്ക് ചേർത്ത് പിടിക്കാനുള്ള ഒരു മനസ്സിപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവർക്കും ഉണ്ടായി തുടങ്ങി എന്ന് തോന്നുന്നു. അതിന് ആ ഒരു സ്റ്റേറ്റ്മെന്റിനോട് യോജിക്കാൻ പറ്റും. എനിക്ക് അങ്ങനെ ഒരു ഇതല്ലേ, ചോദ്യത്തിനോട് തന്നെ, ഇപ്പൊ ചോദിച്ചതിനോട് തന്നെ ഞാൻ യോജിക്കുന്നില്ല. കാരണം ട്രാൻസ് വുമൺ ആയിട്ട് കാണുന്ന ട്രാൻസ് വുമൺ ആയിട്ട് കണ്ടോട്ടെ, അല്ലെങ്കിൽ ഞാനൊരു ട്രാൻസ്ജെൻഡർ ആയിട്ട് കണ്ടോട്ടെ. ആ ട്രാൻസ്ജെൻഡറിനെ എത്രത്തോളം ഉൾക്കൊള്ളുന്നു, അല്ലെ ട്രാൻസ്ജെൻഡർ എത്രത്തോളം ചേർത്ത് പിടിക്കുന്നതിലാണ് കാര്യം. അല്ലെ നമ്മളെ പെണ്ണായിട്ട് തന്നെ കാണണമെന്നില്ല, ഞാൻ പറയുന്നില്ല. പെൺകുട്ടിയാണ്, നമ്മൾ സർജറി കഴിയുമ്പോൾ പൂർണ്ണമായും പെൺകുട്ടിയായി മാറുന്നു. സർജറികളൊക്കെ ചെയ്ത് നമ്മൾ പെൺകുട്ടിയായിട്ട് മാറുന്നു. അല്ലാതെ സർജറി ചെയ്യാത്ത ഒരാളുടെ മൈൻഡ് കൊണ്ട് ആ ആള് പെണ്ണ് തന്നെയാണ്. ആണായിട്ട് വരുന്ന പെണ്ണ് ആണായി വരുമ്പോഴും ആൺകുട്ടി പെണ്ണായി വരുമ്പോഴും അവരവരുടെ സ്വത്വത്തെ, നേരത്തെ പറഞ്ഞ പോലെ സ്വത്വത്തെ തിരിച്ചറിഞ്ഞ് ജീവിക്കുമ്പോൾ അവർ ആ ഒരു രീതിയിൽ മാത്രമേ ജീവിക്കത്തുള്ളൂ. അപ്പൊ അവരെ ചേർത്ത് പിടിക്കേണ്ടത് നമ്മളെ കൂടെയുള്ള കാണുന്ന, അല്ലെങ്കിൽ നമ്മുടെ സമൂഹമാണ് ചേർത്ത് പിടിക്കേണ്ടത്. അപ്പൊ അതിന് ഞാൻ എന്നെ ആണായിട്ട് തന്നെ കാണണം, എന്നെ പെണ്ണായിട്ട് തന്നെ കാണണം എന്നതിലുപരി അല്ല, അങ്ങനെ ഒരു വാദത്തിന് പോസിബിലിറ്റി ഇല്ലേ? അതായത് ഒരു പെണ്ണ് എന്ന് പറയുന്നത് നമ്മുടെ മൈൻഡിന്റെ ഒരു പ്രോസസ്സാണ്. നമ്മളുടെ ചേഷ്ടകൾ കൊണ്ടും നമ്മളുടെ ഉള്ളിലെ വികാരങ്ങൾ കൊണ്ടും അല്ലെങ്കിൽ നമ്മുടെ ചിന്തകൾ കൊണ്ടും ഒക്കെ നമ്മൾ ആ ഒരു സ്ത്രീ എന്ന് പറയുന്നതിനെ നമ്മൾ ഉള്ളിൽ ഉൾക്കൊള്ളുകയാണ് ചെയ്യുന്നത്. അപ്പം അതിനെ ഉൾക്കൊള്ളുമ്പോൾ അതിന്റെ ബാഹ്യമായ രൂപത്തിലേക്ക് നമ്മൾ മാറാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ മാറുമ്പോൾ അതിനെ ഉൾക്കൊള്ളാൻ അപ്പോൾ എന്തുകൊണ്ട് നമുക്ക് പറ്റുന്നില്ല? ഞാൻ സ്ത്രീ തന്നെയാണ് എന്ന് അംഗീകരിക്കാൻ എന്തുകൊണ്ട് കഴിയുന്നില്ല എന്നുള്ളതാണ്. സ്ത്രീ തന്നെയാണെന്നുള്ള അംഗീകരിക്കുന്നതിലല്ലോ, സ്ത്രീ തന്നെയാണ്. പുരുഷൻ തന്നെയാണ്. അല്ലെങ്കിൽ ഞാൻ എന്ന് പറയും, ഇപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ സ്ത്രീയാണ് എന്ന് പറയുന്നത് ഞാൻ സ്ത്രീയാണ്. കാണുമ്പോൾ ഞാൻ ട്രാൻസ്ജെൻഡർ ആണ്. പല സ്ഥലങ്ങളിൽ ഞാൻ ട്രാൻസ്ജെൻഡർ ആണെന്ന് പറയുമ്പോൾ, ഞാൻ സംസാരിക്കുമ്പോഴാണ് ഞാൻ ട്രാൻസ്ജെൻഡർ ആണെന്ന് മറ്റുള്ളവർ മനസ്സിലാക്കുന്നത്. അപ്പോ പക്ഷേ എന്തുകൊണ്ടാണ് ഞങ്ങൾ എല്ലാവരും അങ്ങനെ പറയുന്നതിന് ഒരു കാരണമേ ഉള്ളൂ. നമ്മൾ ട്രാൻസ്ജെൻഡർ എന്നൊരു വിഭാഗം ആൾക്കാരുണ്ട് എന്ന് പറയും. മുന്നത്തെ നമ്മളിപ്പം എല്ലായിടവും ഓപ്പണായി എല്ലാവരും അംഗീകരിച്ചു, എല്ലാവരും ഇഷ്ടപ്പെടുന്നു, ഇങ്ങനെ ഒരു വിഭാഗം ഉണ്ട് എന്ന് മനസ്സിലാക്കി. അത് ഇപ്പോഴല്ലേ. ഇതിന് മുന്നേ ഒരു സമയത്ത് കുറെ ആൾക്കാരുണ്ട്, ഒളിച്ചു നടന്ന ആൾക്കാരുണ്ട്, പുറത്ത് വരാൻ പേടിച്ച ആൾക്കാരുണ്ട് ഒരുപാട് പേര്. അപ്പൊ അവരൊക്കെ ഒളിച്ചും പാത്തും ഒക്കെ എത്തി നോക്കിയ സ്ഥലങ്ങളുണ്ട്. എനിക്ക് നടക്കുമ്പോൾ അവരെ കളിയാക്കുന്നുണ്ട്, പല പേരുകൾ, വെളിപ്പേരുകൾ വിളിച്ച് കളിയാക്കിയിട്ടുണ്ട്. ഇപ്പം അങ്ങനെയൊന്നുമില്ല, അതൊരു ട്രാൻസ് അല്ലെങ്കിൽ അങ്ങനെ ഒരാളാണ് പോകുന്നത് എന്നുള്ളൊരു ചിന്ത മനുഷ്യർക്ക് വന്നു തുടങ്ങി. അപ്പം അങ്ങനെ ആക്കിയെടുത്ത ഞങ്ങൾക്ക് തീർച്ചയായിട്ടും ഞങ്ങൾ ട്രാൻസ്ജെൻഡർ ആണെന്ന് പറയുന്നതിൽ അഭിമാനമാണ് വേണ്ടത്. മനസ്സിലായി? അങ്ങനെ ഒരു വിഭാഗം ആൾക്കാരുണ്ട് എന്ന് പറയുന്നതിൽ അഭിമാനമാണ്, അതിന് മാറ്റി നിർത്തണ്ടല്ലോ. അപ്പൊ സത്യത്തിൽ സ്ത്രീ എന്ന് പറയുന്ന ഒരു സ്വത്വത്തിലേക്കല്ലല്ലോ നിങ്ങൾ പോകുന്നത്. എന്ന് വെച്ചാൽ ട്രാൻസ്ജെൻഡർ വിഭാഗം ആൾക്കാരുണ്ടെന്ന് പറയുന്നത് സ്വത്വത്തിൽ പോകാൻ സ്ത്രീ പുരുഷൻ എന്ന് പറഞ്ഞാലും ഇങ്ങനെ മൂന്നാമതൊരാൾ ഉണ്ടെന്ന് പറഞ്ഞിട്ട് പിന്നെ അവിടെ ആ ആൾക്കാർ നമ്മൾക്ക് എല്ലാവർക്കും അവിടെ അങ്ങനെ നിലനിർത്തണ്ടേ? സ്ത്രീ എന്നുള്ള ഒരു സ്വത്വം ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞത് അതാണ്. നമ്മളുടെ ഉള്ളിൽ സ്ത്രീയാണുള്ളത്. നമ്മളുടെ ഉള്ളിൽ സ്ത്രീ ഉള്ളപ്പോൾ ആ സ്ത്രീയല്ലേ നമ്മൾ പ്രൊജക്ട് ചെയ്യേണ്ടത്. അപ്പൊ ഞാൻ പുരുഷനിൽ നിന്ന് സ്ത്രീയിലേക്കുള്ള ഒരു പാതയിലേക്കാണ് എന്ന് നമ്മൾ പറഞ്ഞിട്ട് ഞാനൊരു ട്രാൻസ് ആണ് എന്ന് നമ്മളവിടെ സ്ഥാപിക്കേണ്ട ആവശ്യമുണ്ടോ? സ്ഥാപിക്കുന്നത് എന്ന് പറയുന്ന കാരണം ട്രാൻസ്ജെൻഡേഴ്സിനെ ഉൾക്കൊള്ളുന്നവരുണ്ട്, ഉൾക്കൊള്ളാത്തവരുണ്ട്, പലവരും പല രീതിയിലുള്ള ആൾക്കാരാണുള്ളത്. എല്ലാവരും നല്ല ഒരേ കണ്ണിൽ കാണണം എന്നില്ല, എല്ലാവരും പല രീതിയിൽ കാണുന്നവരും ഉണ്ട്. ഇപ്പോൾ ഒരു 75% ആൾക്കാർ ഇഷ്ടപ്പെടുന്നെങ്കിൽ ഒരു 25% ആൾക്കാർ ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ട്. അപ്പം ഈ 75% ഇഷ്ടപ്പെടുന്നതും ഇഷ്ടപ്പെടാത്ത ആൾക്കാരും കൂടെ ഒരുപോലെ കാണണം.
മനസ്സിലായില്ലേ? അപ്പൊ ഞാനൊരു സ്ത്രീയാണെന്ന് സ്വന്തം ഞാൻ സ്ത്രീയായിട്ട് ജീവിക്കുന്ന നമ്മൾ സ്വത്ത് തിരിച്ചറിഞ്ഞ ഞാൻ സ്ത്രീയാണ്. അപ്പൊ ഞാൻ ചെയ്യുന്ന ചേഷ്ടകളെല്ലാം ഞാൻ ഒരു സ്ത്രീയെ പോലെ തന്നെ ആയിരിക്കും ബിഹേവ് ചെയ്യുന്ന, എല്ലാം ആ സ്ത്രീയായിട്ട് തന്നെയാണ്. അപ്പം കാണുന്ന ആള് ഓക്കെ ഞാൻ സ്ത്രീയാണ്, ആ സ്ത്രീയായിട്ട് തന്നെ കാണണം. പുരുഷനായിട്ട് ഒരിക്കലും തിരിച്ച് കാണാൻ പറ്റില്ലല്ലോ. എനിക്കിനിപ്പോ പോയി പുരുഷനായിട്ട് ഒന്ന് കാണിക്കാനോ അല്ലെങ്കിൽ അവരുടെ അടുത്ത് പോയി നിൽക്കാനോ ഒന്നും പറ്റത്തില്ല. നിൽക്കാൻ അത് സ്വാഭാവികമായിട്ട് ചെയ്യാം, അല്ലാതെ ഒരു പുരുഷൻ ചെയ്തുകൊണ്ടിരുന്ന സംഭവങ്ങൾ എനിക്ക് ഇനിയിപ്പോ ചെയ്യാൻ പറ്റത്തില്ല. ടോട്ടലി എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യാം, അല്ലാതെ ഞാനൊരു ആണായിരുന്നു, ഞാനൊരു പെൺകുട്ടിയായി മാറി, ഇപ്പം ശാരീരികമായും പെൺകുട്ടിയായി മാറി, അപ്പം ഞാൻ പെണ്ണായിട്ട് തന്നെ ആയിരിക്കും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പം ഞാൻ സ്ത്രീയാണ് എന്ന് പറയുന്നത്. പക്ഷേ ഞങ്ങൾ പറയുന്നത് ഞങ്ങളെല്ലാവരും ട്രാൻസ്ജെൻഡേഴ്സ് ആണ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ട്രാൻസ്ജെൻഡർ എന്നൊരു വിഭാഗമുണ്ട്, ഞങ്ങൾ ട്രാൻസ്ജെൻഡർ ആയിട്ട് ജീവിക്കുന്നു, ഞങ്ങൾ ട്രാൻസ്ജെൻഡേഴ്സ് ആണെന്ന് അറിയിക്കുന്നത് ഈ ഒരു കുറേ കാര്യങ്ങൾ കൊണ്ട് തന്നെയാണ്. എല്ലാവരും ഒരുപോലെ കാണണം എന്നുള്ളത് കൊണ്ടാണ്. ഈ പുരുഷൻ എന്ന് പറയുന്നത് എനിക്കൊരു ഭാരമാണ് എന്ന് തോന്നിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? മീൻസ് എൻ്റെ പുരുഷൻ്റെ ആവരണം, എൻ്റെ ശരീരം, പുരുഷൻ്റെ ശരീരം എനിക്ക് എപ്പോഴും ഒരു ഭാരമായി തോന്നിയിട്ടുണ്ട്. ഒരുപാട് ചോദ്യത്തിന് ഞാൻ ഒരുപാട് പ്രാവശ്യം അത് തോന്നും എല്ലാവർക്കും, ഞങ്ങൾക്ക് എല്ലാവർക്കും തോന്നും, എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം അതുകൊണ്ടാണല്ലോ നമ്മുടെ കാരണമാണ് എനിക്ക് അറിയേണ്ടത്. കാരണങ്ങൾ ഒരുപാട് കാരണങ്ങളുണ്ട്. ഞങ്ങള് ജനിച്ചു കഴിയുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ജനിച്ചതിന് ശേഷം ഈ ആൾക്കാരുടെ പരിഹാസങ്ങൾ കേൾക്കുമ്പോൾ, കുട്ടിക്കാലത്ത് നടന്ന കുറേ കാര്യങ്ങളുണ്ട്. അതൊക്കെ ഇങ്ങനെ പുറമേ ആൾക്കാർ പറയുന്ന കേട്ട പല പേരുകൾ, വിളിപ്പേരുകളൊക്കെ ഉണ്ട്. അതൊക്കെ സ്കൂളുകളിലായിരുന്നാലും കോളേജുകളിലും അതുപോലെ നാട്ടുകാരിൽ നിന്നും ഒക്കെ ഇങ്ങനെ കേട്ട് വളർന്നപ്പോൾ ഒരു ശരീരം കൊണ്ടും വേറൊരു മൈൻഡും കൊണ്ട് ജീവിക്കുമ്പോൾ പല രീതിയിലുള്ള അപവാദം വീടുകളിൽ നിന്ന് പോലും കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഇതുണ്ടാവും. ഒരുപാട് പ്രാവശ്യം ഞാൻ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് കരഞ്ഞ നിമിഷങ്ങളുണ്ട്, സങ്കടപ്പെട്ടിട്ടുണ്ട് ചില സമയത്ത്. അയ്യോ എന്നെ എന്താ അവരങ്ങനെ പറയുന്നത്, അയ്യോ എന്നെ എന്താ ഇവരിങ്ങനെ ഇങ്ങനെ 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 എന്തുകൊണ്ട് എന്നെ പറയുന്നത്, അത് നമ്മൾ ചെയ്യുന്ന തെറ്റാണോ? അല്ല, ഞങ്ങൾ ജനിക്കുമ്പോൾ ഇങ്ങനെ അങ്ങനെയായി മാറിപ്പോയി. അങ്ങനെ ആയി. അത് മനസ്സിലാക്കാനുള്ളൊരു സാമാന്യ ബോധം ജനങ്ങൾക്ക് വേണം, അല്ലെങ്കിൽ സമൂഹത്തിന് വേണം. അതില്ലാതെ വീണ്ടും അതിനെ തന്നെ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അയ്യോ അത് ഇങ്ങനെ, അത് മറ്റേ പേര് അങ്ങനെ നിന്നെ വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ പറയുന്നത് ഇപ്പൊ പറയാൻ പേടിയുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ട്രാൻസ്മെന് വെറുതെ പോയിരുന്നാൽ എന്തെങ്കിലും പറഞ്ഞാൽ അവരറിയും. അതെ, മനസ്സിലായില്ല? അത് ഞങ്ങൾ നേരത്തെ പറഞ്ഞതിനുള്ള ചോദ്യം ഇതിനകത്തുണ്ട്. ഞങ്ങളൊരു കൂട്ടായി കുറെ ആൾക്കാർ വന്നു കഴിഞ്ഞപ്പോൾ അവർ പ്രശ്നമുണ്ടാക്കാൻ വരും എന്നുള്ളൊരു പേടി ഉള്ളത് കൊണ്ട് ആരും ഒന്നും പറയാം. അതുകൊണ്ടാണ് ഞങ്ങൾ ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറയുന്നതിന് അഭിമാനിക്കുന്നത്. വേറൊരു കാര്യം, ഈ കുട്ടിക്കാലത്ത് കുറേയധികം കളിയാക്കലുകൾ കേട്ടിട്ടുണ്ട്, ഒരുപാട് വിളിപ്പേരുകൾ കേട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിൽ എൻ്റെ ശരീരം ആണിൻ്റെതാണ്, സോ എനിക്ക് ആണായി ജീവിക്കണം എന്നെപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ആ ഒരു കാലഘട്ടത്തിൽ എനിക്ക് മെന്റലി അതിന് പ്രിപ്പയർഡ് ആവണം എന്ന് തോന്നിയിട്ടുണ്ട്. എൻ്റെ ജീവിത സാഹചര്യം കൊണ്ട് അങ്ങനെ തോന്നിയത് കൊണ്ട് പല സിറ്റുവേഷനുകളിൽ ഉണ്ടായിട്ടുമുണ്ട്, അങ്ങനെ ജീവിക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ടുമുണ്ട്. പിന്നെ അതിൽ നിന്നൊക്കെ വീണ്ടും എന്നിലേക്ക് അമേലേക്ക് മാറ്റിയത് ദൈവം തന്നെയായിരിക്കും. പക്ഷെ അതാണ് പ്രസാദായി തന്നെ ജീവിക്കണം എന്ന് തോന്നിയ ആ ഒരു നിമിഷമുണ്ട്. അത് ഞാൻ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഞാൻ അങ്ങ് ഓപ്പൺ ആയിട്ട് ഒരുപാട് ഇന്റർവ്യൂകളിൽ പറഞ്ഞത് കൊണ്ട് എനിക്ക് അതിലേക്ക് ഇറങ്ങി ചെല്ലാൻ വയ്യ, പറഞ്ഞ് വയ്യ. സത്യത്തിൽ സീരിയസ്ലി ഞാൻ എൻ്റെ ജീവിത കുറേ ഉണ്ട് കാര്യങ്ങൾ പറയാൻ, ലൈഫിൽ നടന്ന ഒരുപാട്. അത്തരത്തിലുള്ള ഇന്റർവ്യൂസ് എല്ലാം പലപ്പോഴും ഒരു തരം എക്സ്പ്ലോയിറ്റിംഗ് ആണ് എന്ന് ഫീൽ ചെയ്തിട്ടുണ്ടോ? ഇപ്പൊ കുറെ അധികം ഈ സാധനങ്ങൾ കഴിഞ്ഞൊരു ഇപ്പൊ ഇതിൽ വിളിച്ചപ്പോഴും ഞാൻ അവരോട് പറഞ്ഞു. ഇപ്പൊ ലാസ്റ്റ് ചെയ്തത് മൈൽ സ്റ്റോണിൽ ഷാജി പാപ്പൻ ചാനൽ, അപ്പോൾ അവരുടെ അടുത്തും ഞാൻ പറഞ്ഞു. അപ്പോൾ അതിൽ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കൂടുതലായിട്ട് പറയാം, പക്ഷെ പറഞ്ഞു വന്നപ്പോൾ അവർക്ക് ലൈഫിനെ കുറിച്ച് അറിയാൻ ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ലൈഫിനെ കുറിച്ച് അറിയണം, ലൈഫിനെ പറയണം. ഈ ലൈഫിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ മാത്രമല്ല, ഞങ്ങളിരിക്കുന്ന ഒരുപാട് ആൾക്കാർക്ക് അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് പേരുണ്ട്, ആരും തുറന്നു പറയാൻ മടിക്കും, പല കാര്യങ്ങളും തുറന്നു പഠിക്കുമ്പോഴും പേടിക്കുന്നുണ്ട്, പറയാൻ പേടിക്കുന്നല്ല മടിക്കുന്നുണ്ട്. അതിന് ഉദാഹരണം ഈ നെഗറ്റീവ് കമൻസാ. ഇഷ്ടംപോലെ നെഗറ്റീവ് വരും. ഇപ്പോൾ ഒരാളല്ലല്ലോ കാണുന്നത്, ലക്ഷക്കണക്കിന് ആൾക്കാരാണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ ലക്ഷക്കണക്കിന് കാണുന്ന ആൾക്കാരെല്ലാം ഒരു മൈൻഡ് അല്ല, പല ആൾക്കാരും പല രീതിയിൽ. ഒരാൾ ഏത് രീതിക്ക് ഏത് സമയത്താണ് ആ വീഡിയോ കാണുന്നതെന്ന് അറിയാൻ പറ്റില്ല. അപ്പോൾ ആ സമയത്ത് ചിലപ്പോൾ അവൻ കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ഇത് കാണുന്നത്. ഉടനെ അതിൻ്റെ താഴെ വന്നിട്ട് വെറും പന്ന വർത്തമാനങ്ങൾ പറഞ്ഞുള്ള കമൻറ്റ്. ഞാൻ ഈ ഇടുന്ന ചാനലുകളിൽ വിളിച്ച് പറയും, ചേട്ടാ അത് കമൻറ്റ് ബോക്സ് ഒന്ന് ഓഫ് ചെയ്യാവോ, അല്ലെങ്കിൽ അതൊന്ന് ഓഫ് ചെയ്ത് ഇടാമോ എന്ന് ചോദിക്കും. കാരണം അത് കേൾക്കുമ്പോൾ ഒരു വിഷമം തോന്നും മനസ്സിനകത്ത്.
പൊതുവേ നമ്മൾ ട്രാൻസ്ജെൻഡർ എന്ന് പറയുമ്പോഴേ അംഗീകരിക്കാൻ പറ്റുന്നില്ല. അതിലുപരി അതിനിടയിൽ കൂടെ ഞങ്ങളുടെ ഫാമിലിയുടെ കുറേ ഇൻസിഡൻസും കൂടെ കിട്ടുമ്പോൾ അവർ ഒത്തിക്കൂടി അവന് ഇഷ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടി കൂടുതലായിട്ട് ശ്രമിക്കാൻ നോക്കും. ആൾക്കാർക്ക് എന്ത് കിട്ടിയാലും മതിയല്ലോ, ഒരു നല്ല കിട്ടിയാലും അതിനെ വലുതാക്കി പറയാനാണ് എല്ലാവർക്കും ഇഷ്ടം, അല്ലെ അതിനെ നെഗറ്റീവായിട്ട് കാണാനാണ് ഇഷ്ടം. ഒരു പക്ഷേ ഇപ്പോൾ പറഞ്ഞില്ലേ, നമ്മളുടെ അഭിപ്രായങ്ങൾ തുറന്നു പറയുമ്പോൾ പലരും അതിനകത്ത് തെറിവിളിയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് വരുന്നു, പലരും കമൻറ്റ് ചെയ്യുന്നു. അപ്പോൾ അത്തരത്തിലുള്ള കമൻറ്റുകൾ എന്തുകൊണ്ട് വരുന്നു എന്നുള്ളതിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? അത്തരത്തിലുള്ള കമന്റുകൾ വരുന്നത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോധമില്ലാത്ത മനുഷ്യരുള്ളത് കൊണ്ട് കമന്റുകൾ വരുന്നത്. എല്ലാ മനുഷ്യരും ഒരുപോലെ അത് പറയാൻ പറ്റും. കാരണം എല്ലാ മനുഷ്യനും ആരാണ് നല്ലവരായ മനുഷ്യർ ഈ സമൂഹത്തിലുള്ളവർ? അല്ല, ഞാൻ അതല്ല ചോദിച്ചത്. ബോധമില്ലായ്മ എന്ന് പറയുമ്പോൾ പലതരത്തിൽ നമുക്ക് പറയാം. അത് അവരുടെ വിവരമില്ലായ്മ എന്നേ ഞാൻ പറയുള്ളൂ. ഒരു മനുഷ്യൻ, ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം, ഒരാൾ ജീവിക്കുന്ന അയാളുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ്, ആ ആളുടെ ഇഷ്ടമാണ് ആൾ എങ്ങനെ ജീവിക്കണം എന്നുള്ളത്. ഈ സമൂഹത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്, എന്തൊക്കെയാണ് നടക്കുന്നത്, ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. അതിലൊന്നും ചോദ്യം ചെയ്യാനോ അത് കണ്ടുപിടിക്കാൻ ഈ പറയുന്ന ആൾക്കാർക്ക് അതൊക്കെ പോയി എല്ലാം ക്ലിയർ ചെയ്യാൻ പറ്റുമോ? അല്ലെ അവരെയൊക്കെ പോയി ഒന്ന് കേൾക്കാൻ പറ്റുമോ? പറ്റില്ല. അപ്പം ഒരു കാര്യം ചെയ്ത് അവർ നല്ലതായിട്ട് ജീവിച്ച് സമൂഹത്തിൽ ഉയർന്നു വരാൻ ശ്രമിക്കുമ്പോൾ അവരെ എത്രത്തോളം താഴ്ത്തിക്കെട്ടാൻ ശ്രമിക്കാനാണ് ചെയ്യുന്നത്. പക്ഷെ എനിക്കുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ എന്തൊക്കെ ഇനി പറഞ്ഞെന്ന് പറഞ്ഞാലും എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും ഞാൻ അപ്പുറം വളരാനേ ഞാൻ ശ്രമിക്കത്തുള്ളൂ. ഞാൻ ഭയങ്കര വാശിയുള്ളൊരു പെൺകുട്ടി തന്നെയാണ്.